പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്തിൻ്റെ ജാതകവും തലക്കുറിയും പരിശോധിച്ചു. 3 പ്രബലരായ സ്ഥാനാർത്ഥികൾ തമ്മിൽ തീ പാറുന്ന ഏറ്റുമുട്ടൽ നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ഇന്ന് നമ്മൾ പോകുന്നത് ആറ്റിങ്ങൽ, കൊല്ലം എന്ന് പറഞ്ഞ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കാണ്. ഈ മണ്ഡലങ്ങൾക്ക് രണ്ടിനും പൊതുവായുള്ളൊരു സവിശേഷത, രണ്ടും ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളാണ്. ആറ്റിങ്ങൽ എക്കാലവും ഒരു ചെങ്കോട്ടയാണ്. വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. അവിടെ ഇടയ്ക്ക് എ റഹീമിനെ പോലെ, അല്ലെങ്കിൽ വയലാർ രവിയെ പോലെ, അതുമല്ലെങ്കിൽ തലേക്കുന്നിൽ ബഷീറിനെ പോലെ ചില കോൺഗ്രസ്സുകാർ ചില സമയങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിച്ചു പോയതാണ്. മാർക്സിസ്റ്റ് പാർട്ടി CPIയും ശക്തമായിട്ട് ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ആറ്റിങ്ങലിൽ ഒരു കാരണവശാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്, UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ 2009 വലിയ ഐക്യമുന്നണി കൊടുങ്കാറ്റുണ്ടായപ്പോൾ അതിനെ അതിജീവിച്ച ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതുപോലെ രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ചതിന് ശേഷം വലിയ സഹതാപ തരംഗം ഉണ്ടായപ്പോഴും അവിടെ തലേക്കുന്നിൽ ബഷീർ എന്ന് പറഞ്ഞ സിറ്റിംഗ് MP തോൽപ്പിച്ച് ജയിച്ചത് സഖാവ് സുശീല ഗോപാലാണ്. അങ്ങനെയൊക്കെ നടത്താവുന്ന ഒരു ഫൈറ്റ് ചെയ്ത് ജയിക്കാവുന്ന മണ്ഡലമാണ്. ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്ന് പറഞ്ഞ വെറുതെ അല്ല. വർക്കല രാധാകൃഷ്ണൻ പോലെ, സമ്പത്തിനെ പോലെ പ്രബലരായ CPM നേതാക്കൾ മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ CPMനെ അല്ലെങ്കിൽ LDFനെ കൈവിട്ടു. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ജയിച്ചു. അപ്പോൾ ഈ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ ആൾ ചില്ലറക്കാരനല്ല. മാർക്സിസ്റ്റുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ള കോന്നി മണ്ഡലത്തിൽ നിന്ന് നിരവധി തവണ ഇലക്ഷൻ മത്സരിച്ച് ജയിക്കും, മന്ത്രിയാവുകയൊക്കെ ചെയ്ത ആളാണ് പ്രകാശ്. അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയുണ്ട്, സമുദായ പിന്തുണയുണ്ട്. ഒരു പക്ഷേ ഒരു ഈഴവ സ്ഥാനാർത്ഥിക്ക് സ്വന്തം സമുദായത്തിൽ നിന്ന് പിന്തുണ കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വിട്ടു, ബാക്കി എല്ലാ ജാതിക്കാരും, ബാക്കി എല്ലാവരും അവരവരുടെ ജാതി നോക്കി വോട്ട് ചെയ്യും, ഈഴവർ മാത്രം ചിഹ്നം നോക്കി വോട്ട് ചെയ്യും. അങ്ങനെ അല്ലാത്ത ഈഴവരെ കൊണ്ടുപോലും ഒരു സമുദായ സ്നേഹം തോന്നിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് അടൂർ പ്രകാശാണ്. ഒരു പരിധി വരെ K ബാബുവിനും അത് കഴിഞ്ഞിരുന്നു, ഇപ്പോൾ പഴയ പോലെ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അടൂർ പ്രകാശ്. എന്ന് വെച്ച് മറ്റു സമുദായക്കാർക്ക് അദ്ദേഹം അഭികാമ്യനല്ല എന്നല്ല, എല്ലാ സമുദായക്കാർക്കും സ്വീകാര്യനായിട്ടുള്ള, സർവ്വസമ്മതനായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. രാഷ്ട്രീയത്തിൻ്റെ എല്ലാവിധ അടവുകളും അഭ്യാസങ്ങളും അറിയുന്ന ആളാണ്. കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഏതാണ്ട് 60,000 മറ്റോ ഡബിൾ വോട്ടിങ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് അത്രയും മാർക്സിസ്റ്റുകാർക്ക് രണ്ടാമതൊരു വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയും ചാതുര്യമുള്ള, അത്രയും സാമർഥ്യമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അടൂർ പ്രകാശ്. BJP സ്ഥാനാർത്ഥി ഒട്ടും മോശക്കാരനല്ല. V മുരളീധരനാണ്, കേന്ദ്രമന്ത്രിയാണ്. ജയിക്കുകയാണെങ്കിൽ വീണ്ടും കേന്ദ്രമന്ത്രിയാവും. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് BJPയുടെ വോട്ട് ഷെയർ വല്ലാതെ വർദ്ധിപ്പിച്ചിരുന്നു. അത് നിലനിർത്തുക എന്നുള്ളത് തന്നെ മുരളീധരന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ശോഭയുടെ അത്ര ഇടിച്ചു കയറാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയല്ല മുരളി എന്നുള്ളത് പ്രസിദ്ധമാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് നിലനിർത്തുക എന്നുള്ളത് തന്നെ ദുഷ്കരമാണ്. അതിനേക്കാൾ എന്തെങ്കിലും കൂട്ടി ചേർക്കാൻ കഴിയുകയാണെങ്കിൽ അത് മുരളിയുടെ നേട്ടമായിട്ട് കണക്കാക്കണം. CPM സ്ഥാനാർത്ഥി ചില്ലറക്കാരനല്ല, V ജോയിയാണ്. ജോയി നിലവിൽ വർക്കല MLA ആണ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള മുഴുവൻ CPMകാരും ജോയിയുടെ വിജയത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ജോയി ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് CPMനുള്ളത്. ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും ആ വികാരമാണുള്ളത്. LDFന് ജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുള്ള അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു പക്ഷേ കണ്ണൂരോ അതല്ലെങ്കിൽ ആലത്തൂരോ പാലക്കാട്ടോ അല്ലാതെ LDFന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ ഇന്നിപ്പോൾ കേരളത്തിൽ വളരെ കുറവാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം അത്ര വലിയ ജനവികാരമാണ് LDFനെതിരായിട്ടുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെതിരാണ്, ഇടത്തരക്കാരെതിരാണ്, ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരെതിരാണ്, CPMകാർ തന്നെ ഉള്ളുകൊണ്ട് എതിരാണ്. ഇടതുപക്ഷക്കാർ തന്നെ ഈ സർക്കാർ തോൽക്കണം, ഇതിൻ്റെ സ്ഥാനാർത്ഥികൾ തോൽക്കണം എന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് V ജോയിക്ക് ഈ ആൻറ്റി ഇൻകംബൻസിയെ മറികടക്കാൻ കഴിഞ്ഞാലേ ജയിക്കാൻ പറ്റും. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നഗരമണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ആറ്റിങ്ങൽ. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടേതായ ഒരു കോൺസെൻട്രേഷൻ ഒരു പരിധി വരെ ആറ്റിങ്ങലുമുണ്ട്. അപ്പോൾ കേവലം മാർക്സിസ്റ്റ് മേൽക്കോയ്മ കൊണ്ട് മാത്രം ജോയി ജയിക്കണമെന്നില്ല. പ്രത്യേകിച്ചും മറുഭാഗത്ത് അടൂർ പ്രകാശമുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന ഈ അഭിപ്രായ സർവേകളിലും അവിടെ അടൂർ പ്രകാശിനാണ് മേൽക്കൈ കണ്ടത്. പക്ഷേ അത് വളരെ ശക്തമായ മേൽക്കൈയല്ല, നേരിയ മുൻതൂക്കം ഉണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്കും തോന്നുന്നത് നേരിയ മുൻതൂക്കം, തീരെ ചെറുതല്ലാത്തൊരു മുൻതൂക്കം അടൂർ പ്രകാശിനുണ്ട്. പ്രകാശ് ജയിക്കാനാണ് കൂടുതൽ സാധ്യത. ജോയിയെ എഴുതി തള്ളാൻ പറ്റുകയില്ല. ജോയിക്ക് വേണ്ടി ഗംഭീരമായ പ്രവർത്തനം നടന്നിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് വ്യാപകമായിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം
ജോയിയുടെ നില തെറ്റിക്കുകയും അടൂർ പ്രകാശിനെ പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൊല്ലത്തെ സ്ഥിതി ഒട്ടും വ്യത്യാസമല്ല. കൊല്ലം ഇടതുപക്ഷത്തിൻ്റെ വലിയ കോട്ടയാണ്. അവിടെ CPM, CPI, RSP ഇത് മൂന്നും ഒരുപോലെ ശക്തമായിരുന്നു, ഇപ്പോഴും ശക്തമാണ്. പിന്നെ പഴയ കൊല്ലമല്ല ഇപ്പോഴത്തെ കൊല്ലം മണ്ഡലത്തിൽ നേരത്തെ ഈ തീരദേശ മണ്ഡലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. മലയോര മേഖലയിൽപ്പെടുന്ന പുനലൂർ, ചടയമംഗലം ഉണ്ട്, പിന്നെ ഇടനാട്ടിൽ ചാത്തന്നൂരുണ്ട്, കൊല്ലം, അതുപോലെ തന്നെ ഇരവിപുരം, കുണ്ട്ര, ചവറ. ഇതിൽ ചവറയിലും കൊല്ലത്തും മാത്രമേ ശരിക്കും RSP ഉള്ളൂ. പക്ഷേ NK പ്രേമചന്ദ്രൻ ചെറിയ സ്ഥാനാർത്ഥിയല്ല. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ഉറച്ച ശബ്ദമാണ് പ്രേമചന്ദ്രൻ. അതിഗംഭീരനായ പാർലമെൻറ്റേറിയനാണ്. ശ്രീകണ്ഠൻ ചേട്ടൻ്റെ ശരിക്കുള്ള പിൻഗാമി എന്ന് പറയുന്നത് പ്രേമചന്ദ്രനാണ്. അങ്ങനെ ഉള്ള പ്രേമചന്ദ്രൻ കൊല്ലത്തുനിന്ന് വീണ്ടും ജനവിധി തേടുകയാണ്. അദ്ദേഹത്തിനാണ് ജയസാധ്യത എന്ന് എല്ലാ സർവേക്കാരും പറയുന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി നമുക്കേവർക്കും പ്രിയങ്കരനായ സിനിമാ നടൻ മുകേഷാണ്. ബഡായി ബംഗ്ലാവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ മുകേഷിന് നിസ്സാരമായിട്ട് ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പാർലമെൻറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിബന്ധം. അതുകൊണ്ട് മുകേഷ് ഒരു സിനിമാ നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു സ്വീകാര്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ കുറച്ച് വോട്ട് അദ്ദേഹത്തിന് കൂടുതൽ സമാഹരിക്കാൻ കഴിയും. പിന്നെ കൊല്ലത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മുസ്ലിം മേഖലകളിൽ മുസ്ലിം വോട്ടർമാർ ധാരാളമുള്ള സ്ഥലമാണ്. വ്യാപകമായ രീതിയിൽ CPMകാർ പ്രചരണം നടത്തിയിട്ടുണ്ട്. ഈ NK പ്രേമചന്ദ്രൻ ഒരു RSSകാരനാണ്, ഇയാൾ സംഘിയാണ്, ഇയാളൊരു പ്രച്ഛന്ന ഇടതുപക്ഷക്കാരനാണ്, ശരിക്കും കള്ളനാണ്, നരേന്ദ്രമോദിയുടെ വലങ്കയ്യാണ്, മോഡിയുടെ കൂടെ പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ ഊണ് കഴിച്ച ആളാണ്. അത് തന്നെ വലിയ തെറ്റാണല്ലോ. അതുകൊണ്ട് പ്രേമചന്ദ്രൻ ആരും വോട്ട് ചെയ്യരുത് എന്ന പ്രചരണം വലിയ തോതിൽ അവിടെ നടത്തിയിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ മേഖലയിലൊന്നും തീരെ ഫലിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മുസ്ലിം മേഖലകളിൽ അത് ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തണ്ട. KN ബാലഗോപാലിനെയോ അല്ലെങ്കിൽ MA ബേബിയോ കൊണ്ടു നടന്ന പോലെ കൊണ്ടു നടക്കണ്ട. മുകേഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ആനുകൂല്യം മുകേഷുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രേമചന്ദ്രനെ തോൽപ്പിക്കാനുള്ള കോപ്പൊന്നും മുകേഷിൻ്റെ കയ്യിലില്ല. പ്രേമചന്ദ്രൻ തന്നെ ജയിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ 1.5 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിന്ന് വരില്ല. എങ്കിലും 1 ലക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടെ പ്രേമചന്ദ്രൻ വീണ്ടും ഡൽഹിക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി നടൻ കൃഷ്ണകുമാറാണ്. അദ്ദേഹം വളരെ വൈകിയാണ് കൊല്ലത്ത് മത്സരത്തിന് എത്തിയത്. ഈ സീരിയൽ നടൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് ഒരു പരിധി വരെ കിട്ടും. പക്ഷേ വിജയസാധ്യത തീർച്ചയായിട്ടും പ്രേമചന്ദ്രൻ തന്നെയാണ്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് നേരിയ മുൻതൂക്കമാണുള്ളതെങ്കിൽ കൊല്ലത്ത് NK പ്രേമചന്ദ്രന് വളരെ ശക്തമായ പിൻബലമുണ്ട്, നല്ല മുൻതൂക്കമുണ്ട്. അദ്ദേഹം ജയിക്കാനാണ് ലഗ്നാലും ചന്ദ്രാലും കൂടുതൽ സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.